കള്ളപ്പണ കേസിൽ 661 കോടിയുടെ സ്വത്തുവകകൾ പിടിച്ചെടുത്തതോടെ UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കേസിൽ ഒന്നാം പ്രതി സോണിയാഗാന്ധിയും രണ്ടാം പ്രതി രാഹുൽ ഗാന്ധിയുമാണ്. അഴിമതി കേസുകൾ ചമച്ച് മറ്റു പാർട്ടികളിലെ നേതാക്കളെ ED വേട്ടയാടിയപ്പോൾ അതിന് ഓശാന പാടിയ കോൺഗ്രസിന്റെ നാവിനേറ്റ കടുത്ത പ്രഹരം തന്നെയാണ് ഇതെന്ന് പറയാം. അന്വേഷണം സ്വന്തം പാർട്ടിയിലെ മറ്റു നേതാക്കളിലേക്കും നീങ്ങുമ്പോൾ ഒന്നും പറയാനാവാതെ ഇരിക്കുകയാണ് പലരും. അതിനിടയിലാണ് EDയുടെ കുറ്റപത്രം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ഗൂഢപദ്ധതികളുടെ ഭാഗം മാത്രമാണെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. മോദി സർക്കാരിന്റെ EDയെ കോൺഗ്രസിന് ഇഷ്ടമാണ്, പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. അതായത് മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കോൺഗ്രസ് അത് കൊട്ടിയാഘോഷിച്ചതാണ്. മദ്യ ലൈസൻസ് വിതരണം ചെയ്തതിന്റെ പേരിൽ 100 കോടിയാണ് അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലിയായി വാങ്ങിയതെന്ന് ED ആരോപിച്ചു. കേജ്രിവാൾ ജയിലിലായപ്പോൾ കോൺഗ്രസ് നേതാക്കളും അണികളും അത് സൈബർ ഇടങ്ങളിൽ ആഘോഷമാക്കിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയും കേന്ദ്ര ഏജൻസികൾ എത്തിയപ്പോൾ അവരെ പുകഴ്ത്തിയതിന് യാതൊരു കുറവും അവർ വരുത്തിയില്ല. അന്നൊക്കെ EDയും കേന്ദ്ര ഏജൻസികളും കണ്ട ദൈവമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ സ്വന്തം തട്ടകത്തിലേക്ക് കയറിയപ്പോൾ കഥ മാറി. പിന്നെ രാഷ്ട്രീയ പകപോക്കലായി, ഗൂഢപദ്ധതികളായി. ഇവിടെ തെളിഞ്ഞത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ വാതിലും ED മുട്ടിയിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് പങ്കുവച്ച പോസ്റ്റിന് താഴെ എല്ലാവരും കരുതിയിരുന്നോ എന്ന തരത്തിൽ ഒരു കമന്റ് എത്തി. അതിനു താഴെ KPCC ഉപാധ്യക്ഷൻ VD ബൽറാം ഇട്ട കമന്റും ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാവർക്കും കഞ്ചാവ് കച്ചവടം അല്ലല്ലോ എന്നായിരുന്നു ബൽറാം തട്ടിവിട്ടത്. അതുമല്ല, രാഹുൽ ഗാന്ധി മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ EDയുടെ പേര് പറഞ്ഞ് വിമർശനം ഉന്നയിച്ചത് അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ലല്ലോ. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ED തൊടുന്നില്ലെന്നും അതിന് കാരണം പിണറായിയുടെ BJPയോടുള്ള എതിർപ്പ് സത്യസന്ധമല്ലെന്നും ആണെന്നായിരുന്നു രാഹുൽ തട്ടിവിട്ടത്. ഇതിപ്പോൾ ഏറ്റ പ്രഹരങ്ങൾക്ക് മറുപടിയാണോ അതോ കഥ വഴിതിരിച്ചു വിടാനുള്ള മനഃപൂർവ്വമുള്ള നീക്കങ്ങളാണോ എന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കട്ടെ. എന്തായാലും മറ്റുള്ളവർക്കെതിരെ EDയുടെ നടപടികൾ കടുത്തപ്പോൾ കൈകൊട്ടിയ കോൺഗ്രസുകാർ സ്വന്തം പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും എതിരെ അവർ വരുമ്പോൾ വായ്മൂടിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പരിഹാസം തന്നെയാണ്. എന്തായാലും ഇതിപ്പോൾ രാഷ്ട്രീയ പകപോക്കലായാലും വമ്പൻ ഗൂഢപദ്ധതികളായാലും കള്ളങ്ങൾ ഒരുപാട് നാൾ മൂടിവെക്കാൻ കഴിയില്ല. ആരൊക്കെ വായ്മൂടിയിരുന്നാലും വർഷങ്ങൾ എടുത്താണെങ്കിലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും.